84 വയസ്സാകുമ്പോൾ ഒരാൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്നു എന്നാണ് സങ്കല്പം. വെറും സങ്കല്പമാണ്. ചിലപ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം മഴക്കാറ് കാരണം മൂപ്പിലാനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഏതായാലും 84 വയസ്സ് നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു ആഘോഷമാണ്. ഇത് പറഞ്ഞതെന്താ വെച്ചാൽ, കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ PJ ജോസഫ്, അദ്ദേഹം 84 വയസ്സ് തികയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദീപിക പത്രത്തിൽ ഇതിൻ്റെ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പവും സ്നേഹവും ഉള്ള ഒരു നേതാവാണ് PJ ജോസഫ്. ഞാൻ ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തെ കോളേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തോടു കൂടെ കോളേജിൽ വന്ന മറ്റൊരാളെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മുടെ കവിയും മുൻ മന്ത്രിയുമായ മാർക്സിസ്റ്റ് നേതാവ് G സുധാകരൻ. സംഗതി വശാൽ ഇവർ രണ്ടുപേരും ഒരേ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുമിച്ചാണ് വന്നത്. അവരോട് നടത്തിയ പ്രസംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. ഏതായാലും PJ ജോസഫിനെ നമുക്കറിയാം. അദ്ദേഹം 1970 കേരള നിയമസഭയിൽ ആദ്യമായിട്ട് എത്തിയത്. അതേ നിയമസഭയിൽ തന്നെയാണ് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും അംഗം കുറിച്ചത്. അവരെല്ലാവരും നിയമസഭയിലെ കന്നിക്കാരാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് മുതൽക്ക് ഏതാണ്ട് തൊടുപുഴയുടെ അവിഭാജ്യ ഘടകമാണ് PJ എന്ന് അവർ വിളിക്കുന്ന, അല്ലെങ്കിൽ ഔസേപ്പച്ചൻ എന്ന ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്ന PJ ജോസഫ്. ജോസഫ് ഇടക്കാലത്ത് ഒരിക്കൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും പിന്നെ ഒരിക്കൽ PT തോമസിനോട് തോറ്റപ്പോഴും അങ്ങനെ 2 തവണ മാത്രമേ തൊടുപുഴയുടെ MLA സ്ഥാനം അലങ്കരിക്കാതെ ഉള്ളൂ. അത് 1977 ആദ്യമായിട്ട് മന്ത്രിയായത്. KM മാണിയുടെ തെരഞ്ഞെടുപ്പ് കേസ് തുടർന്ന് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നപ്പോൾ 77 അവസാനം ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയിട്ടു. അദ്ദേഹം വഹിച്ച വകുപ്പുകളൊക്കെ മോശപ്പെട്ട വകുപ്പൊന്നുമല്ല. ആഭ്യന്തരം, വിദ്യാഭ്യാസം, റവന്യൂ, ഭവന നിർമ്മാണം, പൊതുമരാമത്ത്, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെയാണ് ഭരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം, പുള്ളി വ്യക്തിപരമായിട്ട് ഒരഴിമതിയും ചെയ്തില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഭരണകാലത്ത് അഴിമതിയേ ഉണ്ടായില്ല എന്നല്ല, പുള്ളിയെ മുൻനിർത്തിക്കൊണ്ട് പുള്ളിയുടെ കിങ്കരന്മാരും സേവകന്മാരും പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരും നല്ലപോലെ കൈയിട്ട് വാരി പഴി ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. പുള്ളി അഴിമതി നടത്തിയില്ലെങ്കിലും അഴിമതിക്കാരേക്കാൾ ഫലം ചെയ്തു എന്നുള്ളത് സത്യമാണ്. പിന്നെ പുള്ളിയുടെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ, ഈ മന്ത്രിയായിരിക്കണം അല്ലെങ്കിൽ MLA ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. മന്ത്രി ആയാലും കൊള്ളാം, MLA ആയാലും കൊള്ളാം, ഒന്നും അല്ലെങ്കിലും കൊള്ളാം. ഒന്നും അല്ലാത്ത സമയത്ത് പുള്ളി വളരെ സന്തോഷമായിട്ട് കൃഷി പശുക്കറവായിട്ട് ജീവിക്കുന്ന ആളാണ്. ഒരു കർഷകനായിട്ട് അറിയപ്പെടുന്നതാണ് പുള്ളിക്ക് മന്ത്രിയായിട്ട് അറിയപ്പെടുന്നതിനേക്കാളും താല്പര്യം. വലിയ കർഷകനാണ്, വലിയ ക്ഷീര കർഷകനാണ്, പശുക്കളെ ജീവതുല്യം സ്നേഹിക്കുന്ന ആളാണ്. ഓരോ പശുവിനെയും പേരെടുത്ത് വിളിക്കുന്ന ആളാണ്. പിന്നെ പുള്ളിക്ക് വേറൊരു വലിയ ബലഹീനത ഉള്ളത് സംഗീതമാണ്. പാട്ടിനോടുള്ള അടങ്ങാത്ത ഭ്രമം, അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് തന്നെ പറയാം. അതാണ് പുള്ളിക്ക് ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമുള്ള പ്രധാനപ്പെട്ട എല്ലാ പാട്ടുകളും അറിയാമെന്ന് മാത്രമല്ല അത് പാടി മനുഷ്യരെ ബോറടിപ്പിക്കുകയും ചെയ്യും. അതാണ് പുള്ളിയുടെ വലിയൊരു മേന്മ. പക്ഷെ ആൾ സാധുവാണ്. അതുകൊണ്ട് ഇപ്പോൾ പാട്ട് പോലും നമ്മൾ സഹിക്കും. G സുധാകരന് കവിത പോലെയാണ് PJ ജോസഫിന് പാട്ട്. അദ്ദേഹം വലിയൊരു ഗായകനാണെന്ന് പുള്ളി സ്വയം വിശ്വസിക്കും. അതുകൊണ്ട് ഓർക്കസ്ട്രയൊക്കെ വെച്ച് വലിയ ഗാനമേളയൊക്കെ സംഘടിപ്പിക്കാനും മടിയില്ലാത്ത ആളാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകനും മകളും അവരുടെ കുട്ടികളും എല്ലാവരും സംഗീതപ്രേമികളാണ്, പാട്ടുകാരാണ്. അപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടത്തെയൊക്കെ വേണമെങ്കിൽ ഇവരുടെ ഒരു പാട്ട് കച്ചേരി നടത്തി പിരിച്ചുവിടാനുള്ള സൈന്യമുണ്ട് വീട്ടിൽ. പക്ഷേ എന്നാലും തൊടുപുഴക്കാർക്ക് പുള്ളിയെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം മരാമത്ത് മന്ത്രിയായിരിക്കുമ്പോഴാണ് തൊടുപുഴയിലെ എല്ലാ റോഡുകളും വളരെ കോൺക്രീറ്റൊക്കെ ചെയ്ത് റബ്ബറൈസ് ചെയ്ത് മൊത്തത്തിൽ ജോറാക്കിയത്. തൊടുപുഴയിൽ ഉള്ള എല്ലാ സ്കൂളുകൾക്കും +2 അനുവദിച്ച് ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. പക്ഷേ അതുകൊണ്ടെന്ന് വെച്ചാൽ തൊടുപുഴക്കാർക്ക് മനസ്സിലായി പുള്ളിയെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞു, ഇനി പുള്ളി കാണിച്ചാൽ ഈ രാജ്യത്തൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ അദ്ദേഹത്തെ തോൽപ്പിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടു. PJ ജോസഫ് പക്ഷേ അതിലും കുരുങ്ങിയില്ല. പുള്ളി വീട്ടിൽ പോയി പശുക്കളെ പരിപാലിച്ച് കൃഷി ചെയ്ത് സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി വീട്ടിൽ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. മന്ത്രി ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സന്തോഷമായിട്ട് ഇരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിലായിട്ട് പോലും പുള്ളിക്ക് വളരെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇരിക്കുന്ന PJ ജോസഫ് ഇപ്പോൾ 84 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ശതാഭിഷിക്തനായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രിയപ്പെട്ട ഔസേപ്പച്ചന് ആയുരാരോഗ്യങ്ങൾ നേരുന്നു. കൂടുതൽ കാലം ആരോഗ്യത്തോടും ബുദ്ധിയോടും കൂടി
മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.